നമ്മളിൽ പലരും ഇന്ന് പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെയായി ChatGPT ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഒരു ഡൗട്ട് ചോദിച്ചാൽ ഉടൻ മറുപടി കിട്ടും. പക്ഷേ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഇന്റർനെറ്റ് സുരക്ഷയും നോക്കി നടത്തുന്ന സൈബർ ചീഫ് ഈ ChatGPT വഴി രഹസ്യരേഖകൾ ചോർത്തിയെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. അമേരിക്കയിലെ സൈബർ ഏജൻസിയായ CISAയുടെ തലവൻ മധു ഗോട്ടുമുഖല ഇപ്പോൾ വലിയൊരു കുരുക്കിലാണ്. തന്റെ സ്റ്റാഫിന് പോലും ഉപയോഗിക്കാൻ അനുവാദമില്ലാതിരുന്ന ChatGPT അദ്ദേഹം സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി ഉപയോഗിച്ചു. അത് മാത്രമല്ല, അമേരിക്കൻ ഗവൺമെന്റിന്റെ സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യലായ ഫയലുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യമാണ് AI-ലേക്ക് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ സേഫ് ആയിരിക്കില്ല എന്നത്. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സൈബർ സെക്യൂരിറ്റി ഏജൻസിയുടെ തലവന് എങ്ങനെ ഈ ഒരു അമളി പറ്റി? ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ അതോ വെറും അശ്രദ്ധയാണോ? അമേരിക്കയിലെ സൈബർ സുരക്ഷാ ഏജൻസിയായ CISA, അതായത് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസി തലവൻ ഇന്ത്യൻ വംശജനായ മധു ഗോട്ടുമുഖല ആണ് ഇപ്പോൾ വലിയൊരു വിവാദത്തിൽ പെട്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യരുത് എന്ന് മറ്റുള്ളവരോട് പറയുന്ന കാര്യം അദ്ദേഹം തന്നെ ചെയ്തു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ, അല്ലെങ്കിൽ ഒരു ദുരന്തം. എന്താണ് ശരിക്കും സംഭവിച്ചത്? എങ്ങനെയാണ് ഒരു ChatGPT ഉപയോഗം ഇത്ര വലിയ ഇഷ്യൂ ആയത്? മധു ഗോട്ടുമുഖലയെ ചുറ്റിപ്പറ്റിയുള്ള ഈ വൻ വിവാദത്തിലെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ആരാണ് ഈ മധു ഗോട്ടുമുഖല എന്ന് നോക്കാം. നിലവിൽ അമേരിക്കയിലെ ഏറ്റവും പവർഫുൾ ആയ സൈബർ ഏജൻസിയായ CISAയുടെ ആക്ടിംഗ് ഡയറക്ടറാണ് ഇദ്ദേഹം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിയമിച്ച ഒരു ഹൈ പ്രൊഫൈൽ ഓഫീസർ. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിൽ ജനിച്ച മധു അമേരിക്കയിൽ തകർപ്പൻ അക്കാദമിക് കരിയർ ഉള്ള വ്യക്തിയാണ്. കമ്പ്യൂട്ടർ സയൻസിൽ PhDയും MBAയും MS-ഉം ഒക്കെ കയ്യിലുണ്ട്. ചൈന, റഷ്യ തുടങ്ങിയ എതിരാളികളായ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാക്കേഴ്സിൽ നിന്ന് സർക്കാർ നെറ്റ്വർക്കുകളെ സുരക്ഷിതമാക്കാൻ ചുമതലപ്പെടുത്തിയ ഫെഡറൽ ഏജൻസിയായ CISAയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇന്ത്യൻ വംശജനായ മധു ഗോട്ടുമുഖല. ദക്ഷിണ ഡെക്കോട്ടയിലെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ആയിരുന്ന ഇദ്ദേഹത്തെ വിശ്വസിച്ചാണ് ട്രംപ് സർക്കാർ ഈ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. പക്ഷേ ഈ IT പുലിക്ക് പറ്റിയ ഒരു ചെറിയ അബദ്ധം ഇപ്പോൾ വലിയൊരു സൈബർ സെക്യൂരിറ്റി അലേർട്ടിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ കഴിഞ്ഞ വേനൽക്കാലത്താണ് സംഭവം തുടങ്ങുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഏജൻസിയിൽ നിയമിതനായ മധു ഗോട്ടുമുഖല ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ChatGPT ഉപയോഗിക്കാൻ CISAയുടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെ പ്രത്യേക അനുമതി വാങ്ങിയിരുന്നു. ആ സമയത്ത് ബാക്കി ജീവനക്കാർക്കൊന്നും ChatGPT ഉപയോഗിക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധിക്കണം. പ്രത്യേക അനുമതി കിട്ടിയതോടെ അദ്ദേഹം തന്റെ കയ്യിലുള്ള ചില ഗവൺമെന്റ് ഫയൽസ് ChatGPTയിലേക്ക് അപ്ലോഡ് ചെയ്തു. ഇതിൽ മിക്കതും ഫോർ ഒഫീഷ്യൽ യൂസ് ഓൺലി എന്ന് രേഖപ്പെടുത്തിയവയായിരുന്നു. അതായത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകാൻ പാടില്ലാത്ത, ഗവൺമെന്റിനുള്ളിൽ മാത്രം ഇരിക്കേണ്ട സെൻസിറ്റീവായ കോൺട്രാക്ട് പേപ്പറുകളും മറ്റും. ഇദ്ദേഹം ഇത് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ CISAയുടെ ഓട്ടോമേറ്റഡ് സെക്യൂരിറ്റി സിസ്റ്റം അലേർട്ട് അടിക്കാൻ തുടങ്ങി. ഗവൺമെന്റ് നെറ്റ്വർക്കിൽ നിന്ന് സെൻസിറ്റീവ് ഡേറ്റ പുറത്തേക്ക് പോകുന്നുവെന്ന് സിസ്റ്റം കണ്ടെത്തി. ഇത് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിട്ടാണ് വാഷിംഗ്ടണിൽ പടർന്നത്. പലർക്കും തോന്നാം അതിനിപ്പോൾ എന്താ, ഒരു ഫയലല്ലേ നോക്കിയതെന്ന്. പക്ഷെ സംഗതി അത്ര സിമ്പിൾ അല്ല. നമ്മൾ ChatGPTയിൽ കൊടുക്കുന്ന വിവരങ്ങൾ അതിന്റെ ട്രെയിനിങ്ങിനായി ഉപയോഗിക്കാറുണ്ട്. ChatGPTയുടെ പൊതുപതിപ്പിലേക്ക് അപ്ലോഡ് ചെയ്ത എല്ലാ വിവരങ്ങളും ഉടമസ്ഥരായ OpenAIയുമായി പങ്കിടും. അതായത് മധു അപ്ലോഡ് ചെയ്ത ആ രഹസ്യരേഖകൾ ഇനി ലോകത്തെവിടെയെങ്കിലും ഇരിക്കുന്ന ആരെങ്കിലും അതേക്കുറിച്ച് ചോദിച്ചാൽ ഒരുപക്ഷെ ChatGPT ഉത്തരമായി നൽകിയേക്കാം എന്ന് ചുരുക്കം. അതായത് ആപ്പിന്റെ മറ്റു ഉപയോക്താക്കളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് ഉത്തരം നൽകാൻ ChatGPT ഈ വിവരങ്ങൾ ഉപയോഗിച്ചേക്കാം എന്ന് ചുരുക്കം. അതാണ് ഇവിടുത്തെ റിസ്ക്കും. OpenAIയുടെ ആപ്പിൽ ആകെ 700 ദശലക്ഷത്തിലധികം സജീവ ഉപയോക്താക്കളുമുണ്ട്. അമേരിക്കയെ പോലെ ഒരു സൂപ്പർ പവറിന്റെ സൈബർ സെക്യൂരിറ്റി നോക്കുന്ന ഒരാൾ തന്നെ ഇത്തരത്തിൽ ഡേറ്റ ഷെയർ ചെയ്തത് ലീഡർഷിപ്പ് ഫെയിലിയർ ആണെന്നാണ് വിമർശകർ പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഇന്റേണൽ എൻക്വയറി നടത്തുകയാണ്. ഇത് ഗവൺമെന്റ് സെക്യൂരിറ്റിയെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല മധുവിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. നേരത്തെ ഒരു പോളിഗ്രാഫ് ടെസ്റ്റ്, അതായത് നുണ പരിശോധനയിൽ അദ്ദേഹം തോറ്റുപോയി എന്ന ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതുകൂടാതെ ഏജൻസിയിലെ സീനിയർ സ്റ്റാഫുകളെ പുറത്താക്കാൻ ശ്രമിച്ചു എന്ന പരാതിയുമുണ്ട്. നിലവിൽ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ മധുവിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട്. ഇദ്ദേഹം ഈ പോസ്റ്റിന് അർഹനല്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ CISA നൽകുന്ന വിശദീകരണം എന്താണെന്നോ, അദ്ദേഹം ChatGPT ഉപയോഗിച്ചത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് എന്നും വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ് ഉപയോഗിച്ചതെന്നുമാണ്. എങ്കിലും ഒരു സൈബർ ചീഫ് തന്നെ ഇങ്ങനെയൊരു പണി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചയായിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും സൈബർ സുരക്ഷയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആൾക്ക് തന്നെ ഇപ്പോൾ പണി പാളിയിരിക്കുകയാണ്. ഒരു ഇന്ത്യൻ വംശജൻ ഇത്രയും ഉയർന്ന പദവിയിൽ ഇരിക്കുന്നത് നമുക്ക് അഭിമാനമാണെങ്കിലും ഇത്തരം വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിനെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.